ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് Z54 അൾട്ര എന്ന സ്മാർട്ട് വാച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം വില കുറവും അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ കൂടുതലുള്ള ഒരു സ്മാർട്ട് വാച്ച് മോഡാണിത്. നമ്മുടെ ഇതിൽ GPS ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്പോർട്സ് എല്ലാ ഇതിലും വരുന്ന വാച്ച് എല്ലാ സ്മാർട്ട് വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ വരുന്നതിൻ്റെ നമുക്ക് വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് ഫോൺ ഉപയോഗിച്ചിട്ട്. ഫിറ്റ് പ്രോ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് ഇതിൽ ഞാൻ ഇപ്പോൾ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഇപ്പോൾ ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ ബാക്കപ്പ്, അതായത് പിന്നെ ബാക്കപ്പ് തന്നെ വളരെ കുറവാണ്. നമുക്ക് ഏകദേശം ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് ഒരു മാനുവൽ ആയിട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാച്ചും അതുപോലെ തന്നെ സ്ട്രാപ്പും നമുക്ക്, അതുപോലെ തന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അതായത് നമുക്ക് സ്മാർട്ട് ചാർജറാണ്, വയർലെസ് ചാർജറും പാടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ നമുക്കൊന്ന് പിന്നെ കുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വയർലെസ് ചാർജർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനുള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിലയ്ക്ക് അത്രയും നല്ല ഫീച്ചേഴ്സ് കൂടിയ ഒരു സ്ട്രാപ്പും പാടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊന്നും പറയാനില്ല, അടിപൊളി. പിന്നെ ഇതിൻ്റെ ലുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് ഒരൊറ്റ GPS ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. നമ്മൾ GPS ഒക്കെ ലൊക്കേഷൻ ചെയ്യുന്ന സമയത്ത് വാച്ച് പോകുന്ന ലൊക്കേഷൻ നമ്മുടെ ഫിറ്റ് പ്രോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാർജ് കിട്ടാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏകദേശം ഒരു ദിവസത്തോളം മാത്രമേ കറക്റ്റ് കിട്ടുന്നുള്ളൂ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ വാച്ച് നമുക്ക് 3 പ്രസ് സ്വിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഡയലിൽ വരുന്ന ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കാൻ പറ്റിയ വിധത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് വരുന്ന ഈ ബട്ടൺ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ആണ്. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ആവും. ഹെലോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഓണായി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയൽ ബട്ടൺ നമുക്കൊന്ന് മുന്നോട്ടും ബാക്കോട്ടും തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഡയൽസിൻ്റെ ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് മുമ്പിൽ ഇൻ്റർഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ ഈസി ആയിട്ട് നമ്മളെ ഈ ഒരു ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് കൊടുക്കാം. ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ ആ ഈ സ്ലോട്ടിലേക്ക് നമുക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പട്ടയും നമുക്ക് സ്ട്രാപ്പ് നമുക്ക് കൊടുക്കാം. ഈസി ആയിട്ട് ഏതൊരാൾക്കും ഈസി ആയിട്ട് കൊടുക്കാവുന്ന വിധത്തിലാണ് നമുക്ക് ഇത് കണക്ട് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇനി ഇത് ഊരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കറക്റ്റ് നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് സെറാമിക് കേസാണ് വരുന്നത്. അതുപോലെ തന്നെ GPS വർക്കിംഗ് നമ്മുടെ ബാക്കിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. GPS അതുപോലെ 40 മീറ്റർ വാട്ടർ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഈ വാട്ടർ പ്രൂഫൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഇതിൻ്റെ ചാർജിങ് എങ്ങനെ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ വാട്ടർ പ്രൂഫ് കറക്റ്റ് ആണോ എന്ന് അറിയുന്ന ഒരു വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ചാർജർ ഉപയോഗിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. വയർലെസ് ആണ്. അപ്പോൾ ഈ വയർലെസ്സിൻ്റെ ഈ ഒരു ചാർജിങ്ങിൻ്റെ വീഡിയോസും ഇതെങ്ങനെയാണ് കയറുന്നതും ഒക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ള ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മൊബൈൽ ചാർജറിൻ്റെ USB ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പവർ സോക്കറ്റ് കണക്ട് ചെയ്യുന്ന പകരം ഞാൻ പവർ ബാങ്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈമിംഗ് ആണ്. അതായത് ഈ ടൈം നമുക്ക് AM PM അതുപോലെ തന്നെ AM PM ഇല്ല, നമുക്ക് 24 hours ടൈം. അപ്പോൾ ഈ 24 hours കണക്കാക്കുമ്പോൾ അത്രയും നമുക്ക് ആക്സസ് ഇല്ലാത്തവർക്ക് നമുക്കൊരു പോരായ്മ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ 3 ടച്ചിങ് ആണ് സ്വിച്ചിങ് വരുന്നത്. അപ്പോൾ അതുപോലെ ഇതിൽ നമ്മൾ ഓണായി കഴിഞ്ഞാണ്ട് മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർപ്ലെയിൻ മോഡ്, അതുപോലെ തന്നെ നമുക്ക് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിങ് ആയിട്ട് നമുക്ക് പാട്ട് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഈ ഒരു സ്വിച്ച് നമുക്ക് വാച്ച് ഉപയോഗിച്ച് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വാച്ചിൻ്റെ സ്റ്റൈലുണ്ട്. സ്റ്റൈല് 5 വരുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റൈല് 1 2 ചേഞ്ച് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ മൊത്തം മെന്യൂസ് കാണാം. ഈ മെന്യൂസിൻ്റെ ഐക്കൺസ് വരുന്ന ഇതാണ് നമുക്ക് ഇപ്പോൾ സ്റ്റൈൽ 1 നമ്മൾ 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണാം ഇതിൻ്റെ മോഡ് നമുക്ക് ഇതുപോലെ ഓരോ സ്ലോളായിട്ടാണ് വരുന്നത്. അതുപോലെ നമുക്ക് 5 മോഡ് നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ ഫോണ് നമ്മുടെ ഈ വാച്ച് മിസ്സായി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഫോണ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉപയോഗിക്കാം.
അതുപോലെ തന്നെ എല്ലാവിധ ഫോണിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഡയൽ ബട്ടൺ നിങ്ങൾക്ക് കാണാം. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്യാം. നമുക്ക് മുന്നോട്ടും ബാക്കോട്ടും തിരിക്കുന്നതനുസരിച്ച്. അതുപോലെ തന്നെ നമ്മളെ സൂമിങ്, അതായത് നമ്മുടെ മെനൂസൊക്കെ എടുത്തിട്ട് ഈ സ്ക്രോൾ ബട്ടൺ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഞാൻ നമ്മളെ പിന്നെ ഫിറ്റ് പ്രോ എന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഇതിലേക്ക് വാച്ചിലേക്ക് ആക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഫോട്ടോസ് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫങ്ഷൻസാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുവിധ എല്ലാ നോട്ടിഫിക്കേഷൻ, അതായത് അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ, ബ്ലഡിൽ ഓക്സിജൻ അറിയാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ, അങ്ങനെ എല്ലാ ഒരുവിധ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ലഭ്യമാണ്. അതുപോലെ ECG ഉണ്ട്. അതുപോലെ നമുക്ക് ഇടത്ത് ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഈ ഒരു ഓറഞ്ച് ബട്ടൺ. അത് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം സ്പോർട്സ് മോഡ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു സ്പോർട്സ് മോഡ്, അതായത് റണ്ണിങ്, അങ്ങനെ ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെനുവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഇടത്ത് ഭാഗത്തുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ്, ബൈക്ക് റൈഡ്, സ്ട്രെങ്ത്, അതായത് ജിമ്മിനൊക്കെ പോകുന്ന സമയത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പെട്ടെന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഓപ്ഷൻസ് നമുക്ക് ഡയറക്റ്റ് കയറാം. മറ്റ് വാച്ചുകളൊക്കെ ചെറിയത് നമുക്ക് ഒരു ബട്ടനേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൽ ഒരു ഫീച്ചേഴ്സ് അധികമാണ് നമുക്കിത്. നമ്മളുടെ ഈ ഒരു പവർ ബട്ടണും അതേപോലെ തന്നെ ഈ ഇടത്ത് ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഓപ്ഷനായി വരുന്നത് നമ്മളെ ഇതിൽ കാണാം സ്റ്റോപ്പ് എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടാണ് റെക്കോർഡിങ് സമയത്ത്. അത് നമ്മുടെ വാച്ചിലേക്ക് നമ്മൾ ഇത് സൗണ്ട് ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഫിറ്റ് പ്രോ ഉപയോഗിച്ച് നമുക്ക് അതിൽ ഫോണിൻ്റെ അതിൻ്റെ ആപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ച് എവിടെയാണെന്ന് അറിയാം. പക്ഷെ നമ്മളെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഈ ഒരു വർക്കിംഗ് ഉണ്ടാണ്. നമുക്ക് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. ഓഫ് ആണെങ്കിൽ നമ്മുടെ വാച്ചോ അതേപോലെ തന്നെ ഈ നമ്മുടെ ഫോണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് നമുക്ക് എവിടെ വെച്ചോ മറന്നു പോകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അതേപോലെ വെതറുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ഒരുവിധം വാച്ചിന് വരുന്ന ഫീച്ചേഴ്സുകൾ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി, ഫിറ്റ് പ്രോൻ്റെ ആപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറിയിട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഫിറ്റ് പ്രോ എന്ന സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂസർ മാനുവൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ വാച്ചിൻ്റെ എങ്ങനെ കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ ചാർജിങ്, നമ്മുടെ സ്ട്രാപ്പ് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ആപ്പ് നമ്മളെ പിന്നെ ഈ ഒരു വാച്ചിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതിലൊരു സ്കാനറും പാടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പിൻ ബട്ടൺ, അതേപോലെ തന്നെ താഴത്ത് പവർ ബട്ടൺ, അതുപോലെ സ്പോർട്സ് മോഡ്, ഈ മോഡുകളും ഏതൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ഉള്ള ഇതൊക്കെ മൊത്തം ഇതിൽ നമ്മുടെ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഇതിൻ്റെ വാച്ചിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഏകദേശം ചെയ്തു. നമുക്ക് ബാറ്ററിയുടെ ഇതാണ് നമുക്ക് ബാക്കപ്പ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ആണോ അല്ലയോ എന്നുള്ള ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോസ് കാണാം. ഓക്കെ, ബൈ, സീ യു.